ദൈവനാമം മഹത്വപ്പെടട്ടെ. കഥാപ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ 349 ദിവസം. ഈ മാസത്തെ 15 ദിവസം തിങ്കളാഴ്ച. ഇന്ന് ധ്യാന വിഷയം നിത്യതയിൽ നമ്മുടെ സ്വന്തമായിരിക്കുന്നത് എന്താണോ അതത്രേ നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. നിത്യതയിൽ നമ്മുടെ സ്വന്തമായിരിക്കുന്നത് എന്താണോ അതത്രേ നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ഇത് ഈ ലോകത്തിൽ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിനായി ഒരു നടന്ന സംഭവം ഞാൻ പറയാം. അനേക വർഷങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിൽ നിന്നും സ്വന്തമായി സ്വർണം കുഴിച്ചെടുക്കുന്നതിന് ആളുകൾ ധാരാളമായി എവിടേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കുഴിച്ചെടുത്ത സ്വർണവുമായി മടങ്ങി വന്ന ആളുകൾ കയറിയിരുന്ന ഒരു കപ്പൽ മിസിസിപ്പി നദിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് മുങ്ങുവാൻ തുടങ്ങി. ആകെയുള്ളവരിൽ ഏകദേശം 4-1 പേർക്ക് കയറുവാനുള്ള രക്ഷാബോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ തങ്ങളുടെ പുറവസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി നദിയിൽ ചാടി നീന്തി കരയിലെത്തി രക്ഷപ്പെട്ടു. എന്നാൽ യാത്രക്കാരിൽ ഒരാൾ മാത്രം മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം മുങ്ങുന്ന കപ്പലിൽ താമസിച്ചു. ഒടുവിൽ അയാളും വെള്ളത്തിലേക്ക് ചാടി നീന്തി രക്ഷപ്പെടുന്നതിന് പരമാവധി പരിശ്രമിച്ചു. എങ്കിലും അയാൾ വെള്ളത്തിൽ താണുപോവുകയാണ് ഉണ്ടായത്. അയാളുടെ മൃതശരീരം കണ്ടെടുത്തു. പരിശോധിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. മറ്റുള്ളവർ എങ്ങനെയെങ്കിലും കരപറ്റുന്നതിന് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ സഹയാത്രക്കാരുടെ പെട്ടികൾ കുത്തിപ്പൊളിക്കുകയായിരുന്നു. ആഹ്ലാദപൂർവം സ്വർണം അടങ്ങിയ അവരുടെ ബാഗുകൾ അയാൾ കൈവശപ്പെടുത്തി തൻ്റെ അരയ്ക്ക് ബന്ധിച്ചിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ശതകണക്കിന് ആളുകൾ തങ്ങളുടെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചാലും സമ്പാദിക്കുവാൻ കഴിയാത്തതിൽ ധനം അയാൾ സ്വന്തമാക്കി. എങ്കിലും അത് അനുഭവിക്കുവാൻ അയാൾ ജീവിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. സത്യമാർഗത്തിൽ കൂടെ ആർജിച്ച പണം ഉത്തമമായ വിധത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ സമ്പത്തിനോടുള്ള ആഗ്രഹം ഒരു തീ പിടിച്ച ദുരാഗ്രഹവും അതിൽ തന്നെ ഒരന്തവുമായി തീരുന്നെങ്കിൽ മനുഷ്യർ തങ്ങളുടെ ആത്മീയമായ കാഴ്ചപ്പാട് മുഴുവനായി നഷ്ടപ്പെട്ട് കെണികളിലും ദോഷകരമായ മോഹങ്ങളിലും അകപ്പെടുന്നു. സംഹാരനാശങ്ങളിൽ മുങ്ങി പോകുവാൻ ഇടയായിത്തീരും. ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതായ ഒരു വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ നാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു എന്ന്. ഈ ദൈവവചനം എത്രയോ സത്യമായ കാര്യങ്ങളാണ് ഇതിൽ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നത്. അത് നാം കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ അത്യാഗ്രഹമോ ഈ ദുർമോഹമോ ഈ വലിയ സമ്പന്നനാകുവാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മുടെ ഈ തത്രപ്പാടുകളൊക്കെയും എത്ര മോശമായത് ആണ് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ശ്രേഷ്ഠചിത്തനായ മോശയെ പോലെ ആകുന്നത് ഇതിനേക്കാൾ എത്രയോ അഭികാമ്യമാണ് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. മഹാസമ്പന്നനായ ഒരു ഫറവോനാകുവാൻ സാധ്യതയുണ്ടായിരുന്നവനായിരുന്നു മോശ. എങ്കിലും യഹോവയെ സേവിക്കേണ്ടതിന് അവൻ ആ പദവിയെല്ലാം ഉപേക്ഷിച്ചതായി, കൊട്ടാരം വിട്ട് അവിടെ നിന്നും യാത്രയായതായി നമുക്ക് ഏവർക്കും അറിയാം. പ്രതിഫലം നോക്കിയതുകൊണ്ട് അവൻ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ കർത്താവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണിയതിനാൽ എബ്രായർ 11:26 നാം അത് വായിക്കുന്നുണ്ട്. അത് അവൻ വളരെ ശ്രേഷ്ഠനായതായും അവൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ പ്രവാചകനായും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സഹോദര, ഈ ലോക സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലാണോ അതോ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിലാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് എന്ന് ബാക്കിയുള്ള ജീവിതത്തിലെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും.
നാം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നാം ദൈവത്തോട് അടുക്കുന്നതിനും നിരന്തരമായി പ്രാർത്ഥിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനും മറ്റുള്ളവരെ നാം എപ്പോഴും സഹായിക്കുന്നതിന് വേണ്ടിയും ശ്രമിക്കുന്നത്. നാം അങ്ങനെ ചെയ്യണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ഒരു ദൈവവേദലായിത്തീരണം. അങ്ങനെ ദൈവവേദലാകുന്നവർക്ക് മാത്രമേ ഈ ലോകത്തിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കൊണ്ട് നിത്യതയിൽ നമ്മുടെ സ്വന്തമായിരിക്കുന്നത് എന്താണോ അതത്രേ നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ നാം തിരുവചനം എടുത്ത് വായിക്കുകയും നമ്മുടെ പിതാക്കന്മാർ ചെയ്തതായ നല്ല കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കുകയും ചെയ്ത് അപ്രകാരം ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ ആ നിത്യതയിൽ നമുക്ക് വലിയ ഒരു സമ്പത്തുണ്ടാകും. നമ്മൾ നമ്മുടെ രക്ഷിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുവാനും നാം അതിന് നമുക്ക് ഇടയാകുകയും ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.